ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളെ ഇന്നത്തെ യാത്ര സിഗസ്റ്റ ഗാർഡ് എന്ന് പറയുന്ന സ്റ്റോക്ക്ഹോം സിറ്റിയിൽ നിന്ന് 35-40 കിലോമീറ്റർ അപ്പുറത്തുള്ള സിഗസ്റ്റ ഗാർഡിലേക്കാണ് നമ്മളെ യാത്ര. ഇവിടുന്ന് ഏകദേശം ഒരു 2 മണിക്കൂറിൻ്റെ യാത്രയുണ്ട്. ഇതാണ് ഇതിൻ്റെ റൂട്ട് മാപ്പ്. അപ്പോൾ നമ്മൾ സ്ലെസ്സനിലാണ് ഇപ്പോൾ കറൻ്റ് ഉള്ളത്. സ്ലെസ്സൻ എന്ന് പറയുന്നത് ഇവിടുത്തെ സ്റ്റോക്ക്ഹോമിൻ്റെ ഒരു സെൻട്രൽ പോയിൻ്റാണ്. ഇവിടുന്നാണ് ഫിൻലാൻഡിലേക്കുള്ള ഷിപ്പും അതേപോലെ തന്നെ ഒരുപാട് ഷിപ്പിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതായത് ഒരു എൻട്രി പോയിൻ്റാണിത് ഷിപ്പിനൊക്കെ ഉള്ളത്. അതേപോലെ തന്നെ ഒരുപാട് ബോട്ട്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് ഇവിടെ. ഇതാണ് നമുക്ക് പോകാനുള്ള ഒരു ഡബിൾ ഡെക്കർ ബസ്സാണ്. ഇതിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ബസ്സിനുള്ളിലേക്ക് കയറി. ഇതാണ് അതിൻ്റെ മുകളിലത്തെ ഒരു വ്യൂ. നമുക്കെല്ലാം വിസിബിളാണ്. എവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം. നമ്മളിപ്പോൾ കാണുന്നത് ഫിൻലാൻഡിലേക്ക് പോകുന്നൊരു ഷിപ്പാണ്. ആ ഷിപ്പിൻ്റെ സേഫ്റ്റി ബോർഡ്സൊക്കെയാണ് നമ്മൾ കാണുന്നത്, ലെഫ്റ്റ് സൈഡിൽ ഓറഞ്ച് കളറിലുള്ളത്. അതേപോലെ തന്നെ അതിലുള്ള കമ്പാർട്ട്മെൻറ്റ്സ് ലൈക്ക് അതിലുള്ള നമ്മളെ സ്റ്റേ ചെയ്യാനുള്ള കൂപ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വൈക്കിംഗ് നെപ്റ്റ്യൂൺ എന്ന് പറയുന്നൊരു ഷിപ്പാണത്. പിന്നെ അതിൻ്റെ ഒരു സൈഡിൽ കണ്ടില്ലേ, നമ്മൾ പോകുന്ന വഴിക്കുള്ള ഒരു വ്യൂ ആണ്. ലേക്ക് മലരൻ, അതേപോലെ തന്നെ അടിപൊളി ഒരു വ്യൂ ആണ്. ഭയങ്കര എന്താ പറയുക, ഫാൻറ്റാസ്റ്റിക്കാണ് നമ്മളെ ഈ സൈഡ് വ്യൂ. സ്വീഡനിൽ നമ്മൾ എവിടെ യാത്ര ചെയ്യുകയാണെങ്കിലും നമ്മളെ സൈഡിലുള്ള ഒരു വ്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ എന്താ പറയുക, നമ്മൾ അത്രയും നേച്ചറിനോട് ഇണങ്ങിച്ചേരുന്ന ഒരു ലെവലിലുള്ളൊരു വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ നമ്മളെ സ്റ്റോപ്പ് ഏകദേശം ഇവിടെ എത്തി. ഇവിടുന്ന് നമുക്ക് വേറൊരു ബസ്സിലേക്ക് മാറി കയറണം. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങാനുള്ളൊരു പരിപാടിയിലാണ്. അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇറങ്ങിയതിന് ശേഷം നമുക്ക് വേറൊരു ബസ്സിൽ ഇവിടുന്ന് കയറി പോകണം. അപ്പോൾ നമ്മൾ ഏകദേശം ആ ബസ്സിലെത്തി. നമ്മളിവിടെ ഏകദേശം കണ്ടില്ല, ഈ വ്യൂ കാണുന്നത് അതിലേക്കുള്ള അതിൻ്റെ റെഡ് കളർ ബിൽഡിങ് കാണുന്നില്ലേ അവിടെ ലോങ്ങിൽ, അവിടേക്കുള്ള വ്യൂ ആണ്. അപ്പോൾ സിഗസ്റ്റ ഗാർഡിലേക്ക് നമ്മൾ ഒരു 200 മീറ്റർ അല്ലെ 100 മീറ്റർ അവയാണ് നമ്മളടുത്തുനിന്ന് ഇപ്പോൾ കാണുന്ന വ്യൂവിലുള്ളത്. വളരെ ബ്യൂട്ടിഫുള്ളാണ് ഇവിടുത്തെ വാംഡോ എന്ന് പറയുന്ന മുനിസിപ്പാലിറ്റി. ഭയങ്കര ബ്യൂട്ടിയാണ് കാണാൻ. നേച്ചറായിട്ട് നമ്മളിപ്പോൾ വരുന്ന സമയത്ത് ഒരു മാൻ ഇങ്ങനെ ചാടി കിടക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല, കാരണം നമ്മുടെ അടുത്ത് ക്യാം അതിനകത്ത് അവൈലബിൾ ആയിരുന്നില്ല ആ ടൈമിൽ. സോ അത് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഫസ്റ്റ് വന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ അൽപ്പാക്ക എന്ന് പറഞ്ഞിട്ടൊരു ആനിമലുണ്ട്. അത് ഈ ക്യാമലിനൊക്കെ ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളൊരു ആനിമലാണ്. അപ്പോൾ അവർക്ക് ഫീഡ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ ഫസ്റ്റ് ടാസ്ക്. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, ഫസ്റ്റ് ടാസ്കിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പം എത്തുട്ടി ഉണ്ട് എൻ്റെ മുന്നിൽ. എത്തുട്ടി ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവർക്ക് എന്താ പറയുക, ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അവരെ ഡയറക്റ്റ് അടുത്തുനിന്ന് കണ്ടു. ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഇവർ. ഭയങ്കര എന്താ പറയുക ഒരു സ്ട്രേഞ്ചേഴ്സിനെ പോലൊന്നുമില്ല അവർ ബിഹേവ് ചെയ്യുന്നത്. അവർ വളരെ ക്ലോസ്ഡ് ആയിട്ടാണ് നമ്മളെ അടുത്തേക്ക് വരുന്നത്. നമ്മളിങ്ങനെ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുക. അവർ വന്നിട്ട് ഇങ്ങനെ എന്താ പറയുക, അവർക്കറിയാം നമ്മളെ കയ്യിൽ ഫുഡ് ഉണ്ടെന്ന് അവർക്കറിയാം. അപ്പോൾ അവർ വന്നിട്ട് നമ്മളെ കയ്യിൽ നിന്നുള്ള ബക്കറ്റിൽ ചെറിയ പോട്ട്സ് പോലെ സാധനമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് അവരിങ്ങനെ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഓടി വരികയാണ് അപ്പോൾ നമുക്ക് പേടിയാവും ആക്ച്വലി. പിന്നെ നമ്മളെന്ത് ചെയ്യും, അവരോട് കോപ്പറേറ്റീവായിട്ട് നിൽക്കുന്ന രീതിയിലേക്ക് മാറും. അവരെ ബോഡിയിലൊക്കെ ടച്ച് ചെയ്യുന്ന അവർക്ക് ഭയങ്കര ഇഷ്ടമല്ലാത്തൊരു ഫീലിംഗ് ആട്ടോ. അവർക്ക് ബോഡി ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഓടിക്കളിക്കും അങ്ങോട്ടും. അവരിങ്ങോട്ട് ബോഡിയൊക്കെ മാറ്റി ഓടിക്കളിക്കുന്നൊരു ടൈപ്പാണ്. പക്ഷേ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് ഫീൽ ചെയ്ത്. ഇവിടെ ഒരു 7-8ഓളം അൽപ്പാക്കകളുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു മെയിൻ ആക്ടിവിറ്റിയാണ് അൽപ്പാക്കയ്ക്ക് ഫീഡ് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അത് മോർണിംഗ് 11 o'clock അതേപോലെ തന്നെ പിന്നെ ഈവനിങ്ങിലുമാണുള്ളത്. പിന്നെ അതിന് ഒരു പേയ്മെൻ്റ് ഉണ്ട്. അപ്പം ഒരു ഇൻഡിവിജ്വലിന് എത്ര പേയ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ 3 പേര് ടിക്കറ്റ് എടുത്തിട്ട് ആണ് ഈ ഫീഡിങ് കൊടുക്കുന്നത്. പക്ഷേ വർത്താണ്. വേറെ കുറേ ആക്ടിവിറ്റീസ് അവിടെ ഉണ്ട്. അപ്പം അതിലേക്കൊക്കെ പോകണം. അപ്പോൾ ഷെഫന്മാരിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. സ്റ്റേജാണ്, കാരണം അവരും വയറ് ഫുള്ളായി തോന്നുന്നു. അവർക്കും ഒരു ഫുള്ളായൊരു ഫീലിംഗ് ഉണ്ട് കറൻ്റ്ലി. പിന്നെ എത്തൂട്ടി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. എത്തൂട്ടിക്ക് എന്താ പറയുക, എത്തൂട്ടി മെല്ലെ കൊടുത്തു. എത്തൂട്ടി പിന്നെയും പോയി ഒരു കപ്പോട് എടുത്തു തോന്നുന്നു.
അപ്പോൾ അത് മെല്ലെ കുറച്ച് കൊടുത്ത് എനിക്ക് ഐഡിയ മനസ്സിലായത് എങ്ങനെയാണ് കൊടുക്കേണ്ടത്. കുറച്ച് ലോങ് ടൈം നിൽക്കണമെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ അത് പെട്ടെന്ന് തീരും. ഞങ്ങളുടെ കയ്യിലുള്ളതൊക്കെ പെട്ടെന്ന് ഫീഡ് തീർന്നു കഴിയും. അങ്ങനെ എത്തൂട്ടി ഫൈനൽ എന്താ പറയുക ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകണം. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഈ ഒരു സ്ഥലം. ഒരു പ്രത്യേക ഒരു അറ്റ്മോസ്ഫിയറാണ്. ഭയങ്കര കാം ആൻഡ് ക്വൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുള്ളാണ്. നിങ്ങൾക്ക് ഈ വീഡിയോകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൂടുതൽ വീഡിയോകൾ നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. ഓക്കെ. പിന്നെ ഇവിടെ വേറെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അതായത് ഹോഴ്സ് റൈഡിങ് ഉണ്ട്, പോണി മറ്റേ ഹോഴ്സിൻ്റെ പോണി ടൈപ്പുള്ള ഹോഴ്സസിൻ്റെ റൈഡിങ് ഉണ്ട്. അതേപോലെ തന്നെ ഒരു ഫുട്ബോളിൻ്റെ ഒരു എന്താ പറയുക ആക്ടിവിറ്റി ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു 5 പേരടങ്ങുന്ന ഒരു ടീമാണെന്നുണ്ടെങ്കിൽ 5 പേർക്ക് ഫുട്ബോൾ കൊടുക്കും. അപ്പം ഒരു 8-9 ചെക്ക് പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ആ ചെക്ക് പോയിൻറ്റ്സ് കവർ ചെയ്തിട്ട് വരണം. അതായത് 5 പേർക്കും ആ ബോൾ അടിക്കാം. ഒരു ഗോൾഫ് പോസ്റ്റിലേക്ക് നമ്മൾ ഹോളിലേക്കൊക്കെ ഇടുന്ന പോലെ ആ ഫുട്ബോൾ എന്ത് ചെയ്യണം, നമ്പർ 1 ചെക്ക് പോസ്റ്റ് 1 അടിക്കണം. അതേപോലെ പിന്നെ ചെക്ക് പോസ്റ്റ് 2 കവർ ചെയ്യണം. അങ്ങനെ ഫൈനലി ആരാണ് ചെക്ക് പോയിൻ്റ് 9 വരെ സ്റ്റേജിലെത്തുന്ന അവരാണ് ജയിക്കുക. അപ്പം എല്ലാവരും 5 പേർക്കും ഓരോ ഫുട്ബോളാണ്. 5 ഫുട്ബോൾ ഉണ്ടാവും. അപ്പോൾ അതിൽ 1, 2, 3 ഒരു 5 പ്രാവശ്യം 6 പ്രാവശ്യം കണ്ടില്ലേ. ഇപ്പോൾ അവർ നേരെ ആ ഹോളിലേക്ക് ഇടാനുള്ള പരിപാടിയിലാണ്. പക്ഷേ മിസ്സായിപ്പോയി. അപ്പോൾ അത് നല്ല ഫൺ ആക്ടിവിറ്റിയാണ്. കുറേ ടൈം എടുക്കും, കുറേ ടൈം അവിടെ സ്പെൻഡ് ആവും. അങ്ങനെ പക്ഷെ ഞങ്ങളത് കളിച്ചിട്ടൊന്നുമില്ല. പിന്നെ അവിടുത്തെ ഒരു നേച്ചറിൻ്റെ ടോട്ടലി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഇവിടെ തന്നെ ചെറിയ വെഡ്ഡിങ് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. 40 ക്രൗഡിൻ്റെയും ഒരു 50 മെമ്പേഴ്സ് ക്രൗഡിൻ്റെയൊക്കെ ചെറിയ വെഡ്ഡിങ് പ്രോഗ്രാംസ്. പിന്നെ പാർട്ടി നടത്താം, ബർത്ത്ഡേ ഫങ്ഷൻസ് നടത്താം. അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ നമുക്കവിടെ സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ചെറിയ വില്ല പോലെയുള്ള സെറ്റപ്പ് ഉണ്ട്. അതേമാതിരി കോട്ടേജസ് ഉണ്ട്. നമ്മളെ അവിടുത്തെ ഫോറസ്റ്റിൽ തന്നെ ചെറിയ ഹട്ട് പോലെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. എല്ലാം കൊണ്ടും ഒരു കാം ആൻഡ് ക്വൈറ്റ് ആയിട്ട് ഒരു സ്റ്റോക്ക്ഹോം സിറ്റിയുടെ അടുത്ത് മീൻസ് ഒരു 40-50 കിലോമീറ്റർ അവയിൽ നമുക്ക് എന്താ പറയുക റിലാക്സ് ആവാൻ പറ്റിയിട്ടുള്ളൊരു എക്സൈറ്റിംഗ് ഏരിയയാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. ഏകദേശം ഈവനിങ് ആയി. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകും.